അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, റമദാനിലെ ഏതാണ്ട് അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ മാസത്തിൽ ഓരോ ദിവസങ്ങളിലും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പല കർമ്മങ്ങളിലും മുഴുകിയ ആളുകളാണ് നമ്മൾ. അതെല്ലാം അള്ളാഹുവിനുള്ള ആരാധനയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സമൂഹം. ഇവിടെയാണ് ആരാധനയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് റമദാൻ മാസത്തിലെ ഈ നോമ്പ്, അതുപോലെ തന്നെ മറ്റു ഇതര ആരാധനകൾ എല്ലാം എങ്ങനെയാണ് അത് ആരാധനയാവുന്ന അതിൻ്റെ മർമ്മം അത് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന വിഷയം അത് ചർച്ച ചെയ്യാനാണ് ഈ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും 5 നേരം നമസ്കരിക്കുന്ന ആളുകളാണ്. ഈ 5 നേരത്തെ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ 17 തവണയെങ്കിലും ഒരു ദിവസം നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം, നിനക്ക് മാത്രമാണ് ഞാൻ ഇബാദത്ത് എടുക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് എന്ന്. അഥവാ നിനക്ക് മാത്രമാണ് ഞാൻ ആരാധനകൾ നിർവഹിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് എന്ന്. ഇവിടെ ഇബാദത്തായിക്കൊണ്ട് പറയുന്ന വിഷയങ്ങളുണ്ട്. നിനക്ക് മാത്രമാണ് ഞാൻ ആരാധനകൾ അർപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാ നിലക്കുമുള്ള നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, ആരാധനയുടെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് ഓരോ വിശ്വാസികളും അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനത്താണ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അത് അസാസുദ്ദീനാണ്, ദീനിൻ്റെ, മതത്തിൻ്റെ അടിത്തറയാണ് അത്. അതുകൊണ്ട് തന്നെ മതപരമായ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. റമദാൻ മാസത്തിലെ നോമ്പ് ആർക്കു വേണ്ടിയാണ് നോമ്പ് നോൽക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് അതിനുള്ള ഉത്തരം? അള്ളാഹുവിന് വേണ്ടിയാണ് എന്നാണ് പറയുക. അതുകൊണ്ട് അത് ആരാധനയാകുന്നു. അള്ളാഹു അല്ലാത്ത ആരുടെയും പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടല്ല ഒരു നോമ്പുകാരൻ അവരുടെ നോമ്പും അതുപോലെ തന്നെ മറ്റു ഇതര കർമ്മങ്ങളും നിർവഹിക്കുന്നത്. ഇത് ഒരു വശം. ഇനി രണ്ടാമത്തെ കാര്യം, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത് എന്ന്. സഹായത്തേട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തവക്കുലാണ്, ബരമേൽപ്പിക്കലാണ്, നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു തേട്ടമാണ് അത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഷയമാണ് അദ്ദുആഹു ഹുവൽ ഇബാദ, പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന എന്ന്. അതായത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വികാരം, ഒരു തേട്ടം അത് പുറത്തേക്ക് പ്രകടമാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ആ തേട്ടം അള്ളാഹുവിനോടാണ് എങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ഇബാദത്താണ്, ആരാധനയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തേട്ടം അത് ഇസ്തിആനയാണ്, സഹായത്തേട്ടമാണ്. പണ്ഡിതന്മാർ ഒന്നുകൂടി വ്യക്തമായിക്കൊണ്ട് നമുക്കത് വിശദീകരിച്ചു തരുന്നുണ്ട്. അത് ഹൗക്കലയുടെ സ്ഥാനത്താണ് എന്നാണ് സാങ്കേതികമായിട്ട് പറയാറ്. അഥവാ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നതിൻ്റെ സ്ഥാനത്താണ് ഇയ്യാക നസ്തഈൻ എന്നുള്ളത്. എന്താണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് അത് കെൻസും മിൻ കുനൂസിൽ ജന്ന എന്ന സ്വർഗീയ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നുള്ളത്. അതായത് ലാ ഹൗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ തുഗയ്യിറു മിൻ ഹാലിൻ ഇലാ ഹാൽ, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറാൻ കഴിയുകയില്ല. ലാ ഖുവത്ത, ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അഥവാ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന നിലവിലുള്ള ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിന്ന്
നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കഴിവ്, അതിനുള്ള ചലനശേഷി, അതിൻ്റെ ശക്തി, ഇതെല്ലാം അള്ളാഹുവിനേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവെ നീ എനിക്ക് അത് സാധിപ്പിച്ചു തരണേ എന്നുള്ള ഒരു തേട്ടമാണ് യഥാർത്ഥത്തിൽ ഈ ഹൗക്കലയിലുള്ളത്. ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ പള്ളിമിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലികൾ കേൾക്കുന്ന ആളുകളാണ്. പള്ളിമിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലികൾ നമ്മൾ കേൾക്കുമ്പോൾ അവിടെ ആ ബാങ്കിൻ്റെ പദങ്ങൾ അതേപോലെ ആവർത്തിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പള്ളിമിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു വിശ്വാസി അല്ലാഹു അക്ബർ എന്ന് പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ അതേപോലെ ഒരു വിശ്വാസി ആവർത്തിക്കണം. എന്നാൽ ഹയ്യാൽ അസ്സലാത്ത്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുവീൻ, ഹയ്യാൽ അൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിലേക്ക് വരുവീൻ എന്ന് പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് പറയാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അവിടെ അത് അതേപോലെ ഏറ്റുപറയാനല്ല, നേരെ മറിച്ച് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, അങ്ങനെയാണ് നമ്മൾ പറയാറ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? അതർത്ഥമാക്കുന്നത് നമ്മൾ ഉള്ള സ്ഥലത്ത് നിന്ന് ആ നമസ്കാരമാകുന്ന വിജയത്തിലേക്ക്, അതിലേക്ക് വരാൻ, അതിലേക്ക് നമ്മൾ നമസ്കാരത്തിലേക്ക് എത്തിപ്പെട്ട് ആ നമസ്കാരം നിർവഹിക്കാൻ അതിനുള്ള എല്ലാ കഴിവും എനിക്ക് നൽകുന്നത്, അതിനുള്ള ചലനശേഷി നൽകുന്നത്, അതിനുള്ള ശക്തി നൽകുന്നത് അത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവെ എനിക്ക് നീ അത് സാധിപ്പിച്ചു തരണേ എന്നുള്ള ഒരു തേട്ടം അതിൻ്റെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട് എന്നർത്ഥം. അതാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു സഹായത്തേട്ടം അത് അള്ളാഹുവിനോടല്ലാതെ വേറെ ആരോടും നിർവഹിക്കാൻ പാടില്ല. അതാണ് ഒരു മുസ്ലിം സൂറത്തുൽ ഫാത്തിഹയിലൂടെ പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് മർമ്മപ്രധാനമായ ഒരു വിഷയമുള്ളത്. അതായത് നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു പക്ഷെ ബാങ്ക് കേൾക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാകാം, അതല്ലെങ്കിൽ റോട്ടിൽ നിന്നാകാം, അതല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലാകാം, ഒന്നുമല്ല എങ്കിൽ നമ്മൾ പള്ളിയുടെ അകത്ത് തന്നെയാകാം. എവിടെയാണ് എങ്കിലും ആ പള്ളിയുടെ ഉള്ളിൽ ചെന്ന് ആ നമസ്കാരത്തിൻ്റെ സഫിൽ നിന്ന് ആ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം എനിക്ക് നൽകാൻ അത് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ അവിടെ ആ ഹൗക്കല അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു ഖബറാണ് എന്നാ പണ്ഡിതന്മാർ പറയാറ്. ഖബർ എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ ആ പ്രസ്താവന നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ, നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു തേട്ടമുണ്ടാകും. ആ തേട്ടമാണ് സഹായത്തേട്ടം, സഹായാർത്ഥന എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതാണ് ഇയ്യാക നസ്തഈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു. ഇതിനെ വളരെ മനോഹരമായി കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം മഹാനായ പ്രവാചകൻ യൂനസ് നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാമല്ലോ, യൂനസ് നബി അലൈഹിസ്സലാമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീനവ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയോഗിക്കുകയാണ്. അവിടെ ഒരു പ്രവാചകനായി ആ നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കുമ്പോൾ ആരും അത് സ്വീകരിക്കുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ സഹികെട്ടുകൊണ്ട് ആ നാട് വിട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ആ നാട്ടിൽ നിന്ന് അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹത്തെ അവിടേക്ക് നിയോഗിച്ചത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെയാണ് യൂനസ് നബി അലൈഹി ഇസ്ലാം നീനവ എന്ന് പറയുന്ന പ്രദേശം വിട്ടുകൊണ്ട് പോകുന്നത്. അതൊരു പരീക്ഷണമായി. അദ്ദേഹം ആ നാട് വിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കടൽ മാർഗമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ കടലിൽ അദ്ദേഹം ഒരു കപ്പലിൽ കയറിയതിന് ശേഷം ആ കപ്പലിൽ ഭാരം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കപ്പലിലുള്ള ആളുകളെല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തത് ഈ കപ്പലിൽ നിന്ന് ഒരാളെ ഒഴിവാക്കണമെന്നാണ്. അവരൊഴിവാക്കിയില്ല എങ്കിൽ കപ്പൽ മുങ്ങിപ്പോകും. അങ്ങനെ അവർ അത് നിറക്കിട്ടെടുക്കാൻ തീരുമാനിച്ചു. ആ നിറക്കിട്ടെടുത്തതിൽ ആ പേര് വന്നത് മഹാനായ യൂനസ് നബി അലൈഹി സ്വലാമിയുടെ പേരാണ്. അദ്ദേഹത്തെ കടലിലേക്ക് പുറന്തള്ളുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് ഒരു പരീക്ഷണമെന്നോണം
അതുപോലെ തന്നെ ഒരു മുഅ്ജിസത്ത് എന്നോണം. മുഅ്ജിസത്ത് എന്ന് പറയുമ്പോൾ അമാനുഷികമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ്. അതായത് സാധാരണ നടക്കാത്ത അസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് മുഅ്ജിസത്ത് എന്ന സാങ്കേതിക പദത്തിൽ അർത്ഥമാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കടലിലേക്ക് എറിയപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിയെ ഒരു മത്സ്യം വന്ന് വിഴുങ്ങുകയാണ്. മത്സ്യം വിഴുങ്ങി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇതൊരു മുഅ്ജിസത്താണ്, അസാധാരണ സംഭവമാണ്. പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്ന അവൻ്റെ പ്രത്യേകമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്. ആ മത്സ്യം യൂനുസ് നബിയെ വിഴുങ്ങി ആ ആഴക്കടലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി. യൂനുസ് നബി അലൈഹി സ്വലാം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്നെ സഹായിക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള അർത്ഥത്തിലാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഏതെങ്കിലും ഒരു വിശ്വാസി ഒരു ദുർഘട ഘട്ടത്തിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ യൂനുസ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉപയോഗിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുമെന്നാണ്. അപ്പോൾ ലോക മുസ്ലിമീങ്ങൾക്കൊക്കെ ഒരു മാതൃകയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ ആ ആപത്തിൽ നിന്ന്, ആ ആകുലതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ചില വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലൂടെ യൂനുസ് നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥനയായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എന്താ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത്രയുള്ള പ്രാർത്ഥന. എന്താണ് അതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അൻത്, നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരും തന്നെയില്ല. സുബ്ഹാനക്, നീ എത്രയോ പരിശുദ്ധനാണ്. ഇന്നി, തീർച്ചയായിട്ടും ഞാൻ, കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനായി പോയി എന്ന്. എവിടെയാ സഹോദരങ്ങളെ ഈ പ്രാർത്ഥനയിൽ എന്നെ സഹായിക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ളത്? ആ പ്രാർത്ഥന ഇവിടെ പദങ്ങളിൽ അത് വന്നിട്ടില്ല. അതിൻ്റെ മലയാള അർത്ഥം മാത്രം നമ്മളൊന്ന് പരിശോധിക്കൂ. നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരും തന്നെയില്ല, നീ എത്രയോ പരിശുദ്ധനാണ്, തീർച്ചയായിട്ടും ഞാൻ അക്രമികളിൽപ്പെട്ടവനായി പോയി. ഇതാണ് പ്രാർത്ഥനയുടെ അകത്തുള്ള ആ പദങ്ങൾ. ആ പദത്തിൻ്റെ ഉള്ളിൽ എവിടെയും എന്നെ സഹായിക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള നേർക്കുനേരെയുള്ള സഹായത്തേട്ടമില്ല. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം യൂനുസ് നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയിലുണ്ട്. അതേപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഈ ഒരു പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ അള്ളാഹുവോട് തേടുകയാണ് എങ്കിൽ ആ തേട്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിനോട് നമ്മളത് തേടുമ്പോൾ എവിടെയാണ് ആ പ്രാർത്ഥന വരുന്നത്? പദങ്ങളിലല്ല, നേരെ മറിച്ച് ഹൃദയങ്ങളിലാണ് എന്നർത്ഥം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യമാണ് അവിടെ തേട്ടമായി കൊണ്ട് പരിഗണിക്കുന്നത്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിനെ പ്രശംസിക്കുക, ഇതൊക്കെ അവിടെ ഒരു ഭാഗത്ത് നിർവഹിക്കുമ്പോൾ ഈ പ്രശംസിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്ത് വികാരമാണോ ഉള്ളത്, എന്തൊരു തേട്ടമാണോ ഉള്ളത്, അതിനെയാണ് ഇയ്യാക നസ്തഈൻ, സഹായത്തേട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഹൃദയം അറിയുന്ന ഒരുവനോട് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്നറിയാത്തവനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മർമ്മമായിട്ടുള്ള ഒരു വിഷയം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വിശേഷണം, അതിൻ്റെ ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് യൂനുസ് നബി അലൈഹി ഇസ്ലാം ഉള്ളത് എവിടെയാണ്? ആ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ആഴക്കടലിൻ്റെ അടിയിലാണ്, മത്സ്യത്തിൻ്റെ വയറ്റിലാണ്. ആഴക്കടലിൻ്റെ അടിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള യൂനുസ് നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥനയുടെ പദങ്ങൾ കേൾക്കുകയും യൂനുസ് നബി അലൈഹി സ്വലാമിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ അറിയുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് ഉള്ളത്? അല്ലാഹു ഏഴാം ആകാശത്തിന് മുകളിൽ, അല്ലാഹുവിൻ്റെ അർശിന് മുകളിൽ അവൻ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ്, ആരോഹണം ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്നാണ് അല്ലാഹു ഇതെല്ലാം അറിയുന്നത്. അല്ലാഹുവിൻ്റെ അറിവ് എല്ലാ സ്ഥലത്തുമുണ്ട്, അള്ളാഹുവിൻ്റെ കഴിവ് എല്ലാ സ്ഥലത്തുമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാത്തിയായിക്കൊണ്ട്, സത്താപരമായിക്കൊണ്ട് അവിടെ ആകാശത്തിൽ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് മുകളിൽ ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ, അറിയുമ്പോൾ
ലോകത്തൊരുപാട് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാം ആകാശത്തിന് മുകളിൽ നിന്ന് അറിയുന്നു. അവരുടെ കണ്ടനാടിയേക്കാൾ അടുത്തതായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം തിരിച്ചറിയുന്നു. എല്ലാ ആളുകളുടെയും ഭാഷ, വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്നത് അല്ലാഹു അറിയുന്നു. എല്ലാ ആളുകളുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ ഒരേ സമയത്ത് അല്ലാഹു അറിയുന്നു. ഇതെല്ലാം സഹോദരങ്ങളെ സ്രഷ്ടാവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള വിശേഷണമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഒരു വിശ്വാസി പ്രഖ്യാപിക്കുമ്പോൾ, നിനക്ക് മാത്രം ഞാൻ ഇബാദത്ത് എടുക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ ആശയമാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നതിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗം ഇതൊരു അടിസ്ഥാന വിശ്വാസമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൗലികമായി നമ്മൾ തിരിച്ചറിയേണ്ട, അള്ളാഹുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു വിശ്വാസം. അതൊരിക്കലും ഇങ്ങനെയുള്ള ഒരു ചിന്ത, അല്ലാഹു അല്ലാത്ത മറ്റു ഏതെങ്കിലും ഒരു സൃഷ്ടികൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് അറിയും എന്ന ഒരു വിശ്വാസം ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കി കളയുന്ന ഒരു വിശ്വാസമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഒരു വികാരത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നത്. നമ്മുടെ നോമ്പിൻ്റെ അന്തസത്ത, അതായത് നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നോമ്പിൻ്റെ പ്രതിഫലത്തെ കളഞ്ഞു കുടിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാത്ത സംസാരങ്ങൾ, ലാവുമായി ബന്ധപ്പെട്ട്, അതായത് വിനോദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിതമായി കൊണ്ടുള്ള നമ്മളുടെ സംസാരങ്ങൾ, അതുപോലെ തന്നെ പരദൂഷണം പറയുക, ഏഷണി പറയുക, അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള പാനീയങ്ങൾ നമ്മൾ കട്ടുകൊണ്ട്, അതല്ലെങ്കിൽ ആരും കാണുന്നില്ല എന്നുള്ളത് ധരിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ്. ആ അറിയൽ, അതായത് എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന ആ അള്ളാഹുവിലേക്ക് നമ്മളുടെ ഹൃദയത്തെ തിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം. ഈ ഒരു വിഷയത്തെ വളരെ മനോഹരമായി കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ജീവിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് മുലൂക്കിയത്തിൻ്റെ കാലഘട്ടമാണ്, രാജത്വത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉദാഹരണം പറയുന്നത് ഒരു രാജാവിൻ്റെ അടുക്കിലേക്ക് ഒരു പ്രജ പോയിക്കൊണ്ടൊരു സഹായം ചോദിക്കുന്ന വിഷയമാണ്. ഒരു രാജാവിൻ്റെ അടുക്കൽ നല്ല വിശപ്പുള്ള, ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും വലഞ്ഞ ഒരു വ്യക്തി രാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. രാജാവ് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വയറ് ഒന്നിങ്ങനെ തടവുകയാണ് ചെയ്യുന്നത്. അതായത് ആ വയറ് തടവുന്നത് എന്തിനാ? എനിക്ക് വിശക്കുന്നുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കിട്ടണമെന്നുള്ള അർത്ഥത്തിലാണ് ആ അടയാളം കാണിച്ചു കൊടുക്കുന്നത്. നേരെ മറിച്ച് ഒരു രാജാവിൻ്റെ മുമ്പിൽ നേർക്കുനേരെ പോയിക്കൊണ്ട് രാജാവേ എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരണമെന്ന് പറയുന്നത് അതൊരു മര്യാദക്കേടായിക്കൊണ്ടാണ്. മാത്രമല്ല ഒരു ഭയമുണ്ടാകുന്ന ഒരു വിഷയം കൂടി ആയിരിക്കും അത്. അതുകൊണ്ടൊരു ഏറ്റവും ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും ഭൗതികമായ നിലക്ക് ഒരു രാജാവിൻ്റെ മുമ്പിൽ പോയിക്കൊണ്ടൊരു പ്രജ അവരുടെ ആവശ്യങ്ങൾ ഒരു അടയാളത്തിലൂടെ, ഒരു ആംഗ്യത്തിലൂടെയൊക്കെ കാണിക്കുക. സഹോദരങ്ങളെ, ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് ഒരു ആംഗ്യം ആവശ്യമായിട്ട് വന്നു ഒരു രാജാവിന് ആ പ്രജയുടെ വിശപ്പ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, രാജാതിരാജനായ നമ്മുടെ സ്രഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല. നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണോ വികാരമായിട്ടുള്ളത്, നമ്മളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം എന്താണോ അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന, അതിൽ കഴിവുള്ള, ആ വിഷയത്തിൽ ഖുദ്റത്തുള്ള, ശക്തനായിട്ടുള്ള നമ്മളുടെ സ്രഷ്ടാവ്, അവന് ഇതിനെല്ലാം ഒരു സമഗ്രമായ സമ്പൂർണമായിട്ടുള്ള നിലക്ക് ഒരു ന്യൂനതകളുമില്ലാത്ത രൂപത്തിൽ എല്ലാം തിരിച്ചറിയുന്നവനാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്. അഫ്ളലു ദിക്റി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലു ദുആ അൽഹംദുലില്ലാഹ് എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിക്റും അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന്. അതാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നതിൻ്റെ ഭാഗം അതിലേക്കാണ് പോകുന്നത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനത്താണ്. നിന്നെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, യഥാർത്ഥത്തിൽ നീയല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്താണ്. എങ്കിൽ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതാണ് അവിടെ
അഫ്ദൽ ദുആ അൽഹംദുലില്ലാ, ഏറ്റവും നല്ല ദുആ, ഏറ്റവും നല്ല പ്രാർത്ഥന അത് അൽഹംദുലില്ലായാണ് എന്ന്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? സർവസ്തുതിയും നിനക്കാണ് എന്നാണ്. സർവസ്തുതിയും നിനക്കാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പ്രാർത്ഥനയാകുന്നത്? അത് പ്രാർത്ഥനയാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അൽഹംദുലില്ലാ എന്നത് ഒരു ഖബറാണ്, ഒരു പ്രസ്താവനയാണ്, ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അത് ആ സമയത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള വികാരം എന്താണ്, അതിനനുസരിച്ചു കൊണ്ടാണ് അത് പ്രാർത്ഥനയാകുന്നത് എന്നർത്ഥം. ഉദാഹരണത്തിന് നമ്മൾ എവിടെയാണ് അൽഹംദുലില്ലാ എന്നത് പറയുക? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നന്ദി സൂചകമായിക്കൊണ്ടാണ് ആ ഒരു പദം ഉപയോഗപ്പെടുത്താറുള്ളത്. ഏതെങ്കിലും ഒരു സഹോദരൻ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നു എന്ന് കരുതുക. നമുക്ക് നല്ല ദാഹമുണ്ട്. ആ സമയത്ത് ഒരു മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യൻ, അതാരുമാകട്ടെ, അദ്ദേഹം നമുക്കൊരു ഗ്ലാസ് വെള്ളം തന്നു. ആ സമയത്ത് നാം വെള്ളം കുടിക്കാൻ ഒരു ആവശ്യക്കാരനാണ്. ആ ആവശ്യം പൂർത്തീകരിക്കപ്പെട്ട അവസ്ഥയിൽ ആ വെള്ളം കുടിച്ച ആ സന്ദർഭത്തിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. സർവസ്തുതിയും നിനക്കാണ് അല്ലാ എന്ന്. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? എനിക്ക് ഇങ്ങനെ ഒരു വെള്ളം തരാനുള്ള സാഹചര്യവും അതിൻ്റെ അവസ്ഥകൾ, അനുകൂലമായിട്ടുള്ള എല്ലാ അവസ്ഥകളും എനിക്ക് ഉണ്ടാക്കി തന്നത് അത് അള്ളാഹുവാണ്. അതിനുള്ള കഴിവ്, അതിനുള്ള ചലനശേഷി, അതിനുള്ള ശക്തി അതെല്ലാം അള്ളാഹുവിനാണുള്ളത്. അതുകൊണ്ട് അള്ളാഹുവെ എനിക്കിനിയും ഇതുപോലെയുള്ള സഹായങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ഒരു തേട്ടം അവിടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ഒരു ദിഖർ എന്നതിലപ്പുറമായിക്കൊണ്ട് ഒരു ദുആയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്നർത്ഥം. അത് ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ സ്ഥാനത്താണ്. നിനക്ക് മാത്രമാണ്, അല്ലെങ്കിൽ നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് എന്ന ആ വിപുലമായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അത് എന്നർത്ഥം. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ റമദാൻ മാസത്തിലെ ഓരോ നിമിഷങ്ങളും, അതായത് നമ്മൾ റമദാൻ മാസത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേളകളുണ്ടാകും. അവിടെയൊക്കെ അൽഹംദുലില്ലാ എന്ന് ഹൃദയത്തിൽ തട്ടി പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത വേറെ ആരോടും നമുക്കിത് സമർത്ഥിക്കാനില്ല എന്നുള്ള ഒരു ആശയമാണ് അവിടെ പ്രകടമായി വരുന്നത്. ഈ ഒരു വിചാരങ്ങളോട് കൂടിയിട്ട് റമദാൻ മാസത്തെയും അതിലെ നോമ്പിനെയും അതിൽ നമ്മൾ ചെയ്യുന്ന മറ്റു ഇതര കർമ്മങ്ങളെയും ഒക്കെ പരിഗണിക്കുകയാണ് എങ്കിൽ അതെല്ലാം ഏറ്റവും ഉദാത്തമായ ആരാധനയാക്കി മാറ്റാൻ, ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രാർത്ഥനയും സഹായത്തേട്ടവുമാക്കി മാറ്റാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. അതുകൊണ്ട് അതെല്ലാം എന്താണ്, നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും ഇബാദത്താക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. അള്ളാഹുവിനുള്ള ആരാധനയാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ ഹൃദയം പ്രവർത്തിക്കണം, ഹൃദയം അതിലേക്ക് തിരിയണം. അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ദുനിയാവിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹുവിലേക്ക് ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഏറ്റവും സച്ചരിതരായിട്ടുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.